CITU കുടുംബസംഗമം നടത്തി. പഴയന്നൂർ മണ്ഡലം CITUവിന്റെ നേതൃത്വത്തിൽ നടത്തിയ കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം MLA UR പ്രദീപ് നിർവഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ NE പരമേശ്വരൻ സ്വാഗതം പറഞ്ഞു. ലോക്കൽ സെക്രട്ടറി ശോഭന രാജൻ, AB നൌഷാദ്, വാസുദേവൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന നമ്മുടെ സഖാക്കളെ ഈ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രവർത്തകരായി നിങ്ങൾ മാറണം എന്ന് പറയുന്നതിന് വേണ്ടി കൂടിയാണ് ഇതുപോലുള്ള ഒരു കുടുംബസംഘം വിളിച്ചിട്ടുള്ളത്. നമ്മളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുന്നവർ ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ നമ്മുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രവർത്തകരായി നിങ്ങൾ മാറട്ടെ. അതിനുകൂടി വേണ്ടിയാണ് ഇതുപോലുള്ള ഒരു കുടുംബ സംഘം വിളിച്ചിട്ടുള്ളത്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ ചുമതലയും ഉത്തരവാദിത്വവും നിർവഹിക്കേണ്ടവരാണ് നമ്മുടെ ചുമട്ടുതൊഴിലാളി സഖാക്കളും അവരുടെ കുടുംബാംഗങ്ങളും. അതാണ് CITU സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. CITUവിന്റെ എല്ലാ ഘടക യൂണിയനുകളുടെയും യോഗം വിളിച്ച് തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളും ഒറ്റക്കെട്ടായി ഇറങ്ങി മുഴുവൻ വോട്ടും, തൊഴിലാളി വിഭാഗത്തിന്റെ മുഴുവൻ വോട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കാൻ ഉള്ള പ്രവർത്തനം സംഘടിപ്പിക്കും. എന്താണ് ഇങ്ങനെ ഒരു പറയുന്നതിന്റെ പ്രത്യേകത? ഇപ്പോൾ നിങ്ങൾ പേപ്പറൊക്കെ വായിക്കുന്നവരും TV കാണുന്നവരാണെങ്കിൽ നമ്മുടെ രാജ്യത്തധികാരത്തിലിരിക്കുന്ന BJP ഗവൺമെന്റ് തൊഴിലാളി വിരുദ്ധമായ നടപടികളാണ് എല്ലാം സ്വീകരിച്ചു വരുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ തന്നെ തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി എണ്ണമറ്റ സമരങ്ങളിലൂടെ, പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങളാണ് തൊഴിൽ സംരക്ഷണ നിയമങ്ങൾ. ആ തൊഴിൽ സംരക്ഷണ നിയമങ്ങളാണ് ഇപ്പോ BJP ഗവൺമെന്റ് റദ്ദ് ചെയ്തത്. ആരെങ്കിലും വായിച്ചോ? യൂണിയൻകാർ വല്ലതും വായിച്ചോ? VR ഉണ്ണികൃഷ്ണൻ വായിക്കുന്ന സ്വഭാവമുള്ളതെന്ന് വായിച്ചു. വേറെ വല്ലവരും അറിഞ്ഞോ? ആ തൊഴിൽ സംരക്ഷണ നിയമം 42 നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്ത് തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടി ഓരോ ഘട്ടത്തിലും നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായി കിട്ടിയത്. മിനിമം വേജസ് ആക്ട് തുടങ്ങിയ നിയമങ്ങൾ, മിനിമം കൂലി ഇത്ര വേണം, ഓവർ ടൈം ഡ്യൂട്ടി, എസ്ഗ്രേഷ്യ, ഇങ്ങനെയുള്ള കുറെ നിയമങ്ങളുണ്ട് രാജ്യത്ത്. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ആക്ട്, ഇങ്ങനെയുള്ള നിയമങ്ങളെല്ലാം റദ്ദ് ചെയ്തു. 4 തൊഴിൽ കോഡുകളാക്കി കേന്ദ്ര BJP ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടെ വിളിച്ച് ഒരു സംഗമം ചേരണം എന്ന് തീരുമാനിച്ചത് നമ്മളാരും ഈ പ്രസ്ഥാനത്തിൽ വോട്ട് ചെയ്യിക്കാന്നോ അല്ലെങ്കിൽ ഈ വിഷയം മനസ്സിലാക്കാത്ത ആളുകളാണോ എന്ന അർത്ഥത്തിലല്ല ഇവിടെ വിളിച്ചുകൂട്ടിയത്. ഇവിടെ രാജ്യത്ത് വ്യത്യസ്തമായ ഒരു ജീവിത സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ പോലുള്ള തൊഴിലാളികൾ രാജ്യത്ത് ഇന്ന് എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് ഒരു നിമിഷം നമ്മളൊന്ന് ഓർത്തെടുക്കുന്നത് നല്ലത്. നമ്മളെപ്പോലുള്ള ജീവിതം തന്നെയാണോ രാജ്യത്തെ പല ഭാഗത്തും നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്ന ഈ രാജ്യത്തിനകത്ത് വ്യത്യസ്തമായ സംസ്ഥാനങ്ങളുള്ളത്? നമ്മളെപ്പോലെ അല്ല. നമ്മുടെ ഒരു ചെറിയ ഒരു തുണ്ട് പോലും നമ്മുടെ അടുത്തേക്ക് എത്താൻ കഴിയാത്ത ഒരു ജീവിത സാഹചര്യമാണ് ഇന്ന് രാജ്യത്ത് നമ്മളെപ്പോലുള്ള തൊഴിലെടുക്കുന്ന ആളുകളുടെ അവസ്ഥ. എന്നാൽ ഇനിയും എങ്ങനെ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തണം എന്നാണ് ചിന്തിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ. ഇപ്പൊ നേരത്തെ ബാബുവിനും നേരത്തെ പരമേട്ടനും സൂചിപ്പിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ. എന്നാൽ അതിലൊരു ചെറിയ ഭാഗം മാത്രമാണ് കേരളത്തിന്റെ ഒരു പ്രവർത്തനത്തെ സംബന്ധിച്ചും മുന്നേറ്റത്തെ സംബന്ധിച്ചും എല്ലാം രാജ്യത്തെമ്പാടും വലിയ തോതിലുള്ള ചർച്ചയാണ്. ചർച്ച കോർപ്പറേറ്റ് മുതലാളിമാരുടെ ചർച്ചയല്ല, നമ്മളെ പോലുള്ള സാധാരണ തൊഴിലെടുക്കുന്ന കുടുംബങ്ങളുടെ ചർച്ചയാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾക്ക് കേരളത്തിൽ ഉണ്ടായ ആ മുന്നേറ്റവും ആ സൗകര്യങ്ങളും ഇവിടെയും ലഭിക്കുന്നില്ലല്ലോ എന്നതാണ് അവരുടെ ചർച്ച.
ഇത് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. നമ്മുടെ രാജ്യത്തെ കണക്കുകളും ജീവിത അവസ്ഥകളെ സംബന്ധിച്ചെല്ലാം പലതും പാർലമെന്റ് മുഖാന്തരം വന്ന കണക്കും നേരിട്ട് മാധ്യമങ്ങളിൽ വന്ന വിവരങ്ങളും എല്ലാം വെച്ച് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ന് കേരളം സുരക്ഷിതമാണോ, സ്വർഗമാണ്.